പ്രൈസ് ദി ലോർഡ്. ഇനി നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. ഇൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഇൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ പല രാജ്യങ്ങളിൽ പല പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിയോഗത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പൊന്നുകരത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട് ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആമേൻ എല്ലാ ആരാധനകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ചെറിയ കൂട്ടമായും വലിയ കൂട്ടമായും ഒക്കെ ദൈവത്തെ ആമേൻ ആരാധിക്കുമ്പോൾ, ദൈവനാമത്തെ ഉയർത്തുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിലേക്ക് നമ്മുടെ ആമേൻ ആ ചിന്തയെ ഒന്ന് കൊണ്ടുവരാമല്ലോ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്കും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞിട്ട് വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. തുടങ്ങിയിട്ട് താഴോട്ട് പറയുന്നത്, നിന്റെ പ്രവൃത്തി ആമേൻ അറിയുന്നു. ഇതാ പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിശ്ചയിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതുകളാണ് 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ 10-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ. എന്നാൽ ഈ അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വചനത്തിൻ്റെ ആഴങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ മുൻപിലോട്ടുള്ള കാലഗതികളെ ഒന്നുകൂടെ വേഗത കൂട്ടുന്ന ചില, നമ്മുടെ ജീവിതത്തിൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്ന ചില മേടുകളെ, ഇല്ല ഇത് പോരാ കുറച്ചുകൂടെ മുൻപിലോട്ട് പോകണം എന്ന് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ വേഗതയിലേക്ക്, നമ്മുടെ കാലുകളെ വേഗതയിലേക്ക് നടത്തുന്ന ഒരു തിരുവചനമാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. നോക്കിക്കേ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. സ്തോത്രം.
അപ്പോൾ ദൈവ പൈതലെ, ഈ വിശുദ്ധമായ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ശക്തമായി, ഒരു ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചന വെളിപ്പാടോടെ അതേ നിയോഗത്തോടെ നിങ്ങളോട് പറയുന്ന ഒരു ആലോചന ഇതാണ്: ആർക്കും അടച്ചുകൂടാത്തൊരു വാതിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം തുറന്നു വയ്ക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അടയപ്പെട്ട അധ്യായങ്ങളെ ചവിട്ടി തുറക്കാൻ ഇന്ന് പകൽക്കാലം ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കാത്തുകൊള്ളുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും തീർന്നു അവസാനിച്ചു എന്ന് പറയുമ്പോൾ ആമേൻ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, അപ്പോൾ ഈ വചനം ഏതെന്നറിയാമോ? സഹിഷ്ണുതയാണ്. ആമേൻ, സ്തോത്രം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്ന വചനം ഏതെന്നറിയാമോ? സഹിക്കാൻ. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം നേരിടുവാനും നിന്ന് ഫൈറ്റ് ചെയ്യുവാനുമുള്ള വചനമാണ് എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്നത്. ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന സത്യങ്ങൾ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ജനത്തിനായിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല മാനവരാശിക്കും വേണ്ടിയ ദൈവവചനം ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. ഹോട്ടലിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന എത്രയോ എത്രയോ വ്യക്തികളെ ഈ വചനം ആമേൻ വിടുവിച്ചിട്ടുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എത്രയോ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടവരാണ്. ഒത്തിരി പേര് ദൈവത്തിൻ്റെ വചനം കയ്യിൽ കിട്ടിയപ്പോൾ, അവർ നൂത്ത് വായിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. അധരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, കാലുകൾക്ക് വേഗത കൂടി. ആമേൻ, സ്തോത്രം. പിന്നെയും വായിച്ച് അനേകർ ഇന്ന് ആയിരക്കണക്കിന് പേര് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നെങ്കിൽ, ഈ വിശുദ്ധമായ ഞായറാഴ്ച പകലിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, ആമേൻ, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. പരീക്ഷാകാലം വരും, പ്രയാസങ്ങൾ വരും. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വലിയ നിയമങ്ങൾ പുറപ്പെടുവിക്കും. ആമേൻ, സ്തോത്രം. നമ്മളൊന്നും നിശ്ചയിക്കപ്പെടാത്ത, ഇതുവരെ കാണാത്ത, ആമേൻ, അനേക സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കും. ആമേൻ, പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത തലത്തിൽ വലിയ വലിയ മാരകമായ വൈറസുകൾ പുറത്തേക്ക് വരും. ആമേൻ, അനേക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭവനത്തിനകത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കും. ഒരു പരീക്ഷ കാലം എന്ന പോലെ ജനത്തെ പരീക്ഷിക്കേണ്ടതിന് ദൈവം ചില വൈറസുകളെ ഭൂമിയിലേക്ക് അയക്കും. ചിലരെ ശുദ്ധീകരിച്ച് പുറത്തെടുക്കുവാൻ, ചിലരെ ഉന്മൂലനാശം ചെയ്യുവാൻ, ചിലതൊക്കെ ഈ ഭൂമിയിൽ ഉളവായി വരും. എന്നാൽ ആ കാലത്തും ഞാൻ നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ആ കർത്താവ് വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. കാരണം 11-ാം വാക്യം പറയുന്നു, ഞാൻ വേഗത്തിൽ വരുന്നു. നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകാത്ത വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കണ്ടോ? തകർന്നു പോകാൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പദ്ധതികളുണ്ട്. തകർന്നു പോകാൻ ഒത്തിരി ചാൻസുകളുണ്ട്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആ വിലപ്പെട്ട കിരീടത്തെ ആരും എടുത്തുകൊണ്ട് പോകാൻ വിട്ടുകൊടുക്കാതെ അതിനെ മുറുകെ പിടിച്ച്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവം വച്ചിരിക്കുന്ന അതേ അരുളപ്പാടുകളെ മുറുകെ പിടിച്ച് മുൻപിലോട്ട് പോകുവാനാ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവ പൈതലേ, ഇന്ന് പകലിൽ പരീക്ഷാകാലങ്ങളുണ്ട്. സഹിക്കാൻ പോലും കഴിയാത്ത തലത്തിലുള്ള വേദനാജനകമായ അവസ്ഥകളുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ നിന്നെ സൂക്ഷിക്കുമെന്നൊരു ഭംഗി വാക്കല്ല പറഞ്ഞത്. സ്തോത്രം.
കർത്താവ് പറഞ്ഞാൽ ആ വാക്കൊരിക്കലും മാറ്റമില്ല. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സ്തോത്രം സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഒരു പുസ്തകത്തെ എഴുതുവാൻ അവനെ കാണിച്ചു കൊടുത്തെങ്കിൽ, സ്തോത്രം, 7 സഭകൾക്കുള്ള ദൂത് കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, 7 സഭകളെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ 11-ാമത്തെ വാക്യത്തിൽ കൊടുത്തെങ്കിൽ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. നോയിക്കേ, എബേസസ്, ബിർണമോസ് എന്നുള്ള സഭകളെ കുറിച്ചുള്ള 7 സഭകൾക്ക് ദൂത് കൊടുക്കാൻ യോഹന്നാൻ അപ്പോസ്തലനെ, സ്തോത്രം, പത്മോസിന്റെ ദ്വീപിൽ കർത്താവ് കൊണ്ടുപോയെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ കർത്താവ് നിർത്തിയിരിക്കും ചില ദ്വീപുകളിലായിരിക്കാം. ഒറ്റപ്പെട്ടവനായി നിർത്തിയിരിക്കുമ്പോൾ ഭാരപ്പെടരുത്. അതിനകത്ത് 2 കരങ്ങളും നിന്നെ താങ്ങാൻ, ഇടതും വലതും നിൽക്കുന്ന 2 കരങ്ങൾ. ഇന്ന് പകൽക്കാലം അതേ പത്മോസ് ദ്വീപിനകത്തും മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ അടുത്തിറങ്ങി വന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ നടുവിൽ കർത്താവിൻ്റെ കരം ഇറങ്ങി വന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം, സ്തോത്രം, ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട അധ്യായങ്ങളെ ഓപ്പൺ ചെയ്യാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനത മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും ഹല്ലേലൂയ കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കടപ്പാനും അറിയിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരെ ദൈവം അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സഹിക്കേണ്ടത് നീ പേടിക്കേണ്ട. ദൈവം നിനക്ക് വേണ്ടിയുള്ള നിയോഗത്തിൻ്റെ ശുശ്രൂഷകൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം തരാൻ പോകുകയാണ്. അതാ ഇവിടെ നമ്മൾ വായിച്ചത്, പ്രൈസ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം, പ്രൈസ് നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിലെ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ഞായറാഴ്ച നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അപ്പാ, ഈ ജനത്തെ മുഴുവൻ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് അവരെ ആവശ്യമധ്യ അത്ഭുതം ചെയ്യണം. ഇപ്പോൾ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പൂർണ്ണമായി അവരെ വിടുവിക്കണമേ. കർത്താവ് കാക്കുമാറാകണമേ. കർത്താവ് എല്ലാ കാര്യാദികളെയും ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.